ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ എന്നത്തെയും പോലെ രാവിലത്തെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിൽ പ്രധാനമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 വിസിൽ വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നന്നായി വെന്ത് ഉടയണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ കറി അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അപ്പോൾ ചെറുപയർ കറി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. മോൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മോൾക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അവൾക്ക് കൊടുത്തയക്കാനായിട്ട് എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വറുത്ത് വെച്ചു കേട്ടോ. ഫസ്റ്റ് തന്നെ കാണിച്ചില്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് സ്കൂളിൽ പോയി. അതിനുശേഷം ഞാൻ ദോശയും ചെറുപയർ കറിയൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം തുണിയൊക്കെ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഇടയിൽ ഒരു കസ്റ്റമർ വന്നു കേട്ടോ. നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റമറാണ്. അപ്പോൾ അവർക്ക് പാനി എന്തോ വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതവിടെ കുറേ നേരം അവർക്ക് കറക്റ്റ് അളവായിട്ടുള്ളത് വേണമായിരുന്നു. അപ്പോൾ അതവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നു. പിന്നെ കുറച്ച് നേരം അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കുറേ നേരം സമയം പോയി. പിന്നെ രാവിലത്തെ കുക്കിംഗ് കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇന്ന് വെച്ചത് വന്നിട്ട് ചെറുപയർ കറി, രാവിലെ ദോശയ്ക്കും പിന്നെ ഉച്ചയ്ക്കും ചോറിനും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കറി മതിയല്ലോ രാവിലേക്കും ഉച്ചയ്ക്കും. അതുകൊണ്ട് തന്നെ ചെറുപയർ ചാറ് വെച്ചതിരിക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുട്ട എന്തെങ്കിലും വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കസ്റ്റമറൊക്കെ പോയി. പിന്നെ അതിന് ശേഷം തുണികളൊക്കെ ഒന്ന് ഞാൻ ഫുള്ളായിട്ടൊന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടതുകൊണ്ട് തന്നെ ഡ്രൈ ആയതുകൊണ്ട് വേഗം ഉണങ്ങുമല്ലോ. പിന്നെ വെള്ളമൊന്നും ഒറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ ഇടുകയാണ് കേട്ടോ. തൊടിയിലാണെങ്കിൽ ഭയങ്കര ഉറുമ്പ് ശല്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. കട്ടുറുമ്പിൻ്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ. അയൽ ഡ്രസ്സിലൊക്കെ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ അത് വേറെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ ഇടുകയാണ് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഷീറ്റല്ലേ ഇവിടെ, ആ ചൂടും ഉണ്ടല്ലോ. അപ്പോൾ വേഗം ഉണങ്ങും കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി എന്താ പണി? ഇനി പോയി കുളിക്കണം, ഫ്രഷ് ആവണം. പിന്നെന്താ, അതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നപ്പോൾ മുട്ട വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട വേവിച്ചിട്ട് മസാല പോലെ ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 മുട്ട വേവിച്ചു. പിന്നെ അതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഒരു 3-4 മണി സമയമാണ് തോന്നുന്നു കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുത്തത്. പിന്നെ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ കുറച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വെക്കണം. അപ്പോൾ ഇന്ന് ഏട്ടൻ വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ അപ്പോൾ വൈകുന്നേരത്തേക്ക് ചിക്കനും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി നേരത്തെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. മോള് സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും വെച്ചാൽ പിന്നെ അവൾക്ക് ദോശയും ഇതും കൂടി കഴിക്കാമല്ലോ വൈകുന്നേരം വന്നിട്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായി സവാളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് നല്ല ടേസ്റ്റായിട്ട് വെക്കണം വിചാരിച്ചിട്ട്, നല്ല ഗ്രേവി ആയിട്ട് വെക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവർക്കൊക്കെ നല്ല ചാറ് വേണം. ചാറ് എന്ന് ഇത് പിന്നെ ഒരുപാട് വെള്ളമായിട്ട് വെക്കാനും പറ്റില്ല, ഇത്തിരി ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ അങ്ങനെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ചിക്കൻ കറി വെക്കാം കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ അടുപ്പിച്ച്. ഇന്നലെയും ചിക്കനായിരുന്നു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ, നെയ്ച്ചോറും ചിക്കൻ കറിയും. അത് വെച്ചതിൻ്റെ കുറച്ച് ബാക്കി ചിക്കനാണ് കേട്ടത്. അപ്പോൾ അതെല്ലാം വഴറ്റുന്നുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുരുമുളകും
പിന്നെ മല്ലിയും കൂടിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. അപ്പം നല്ല കറുപ്പ് പോലെ നല്ല ബ്രൗൺ പോലെ വരും കേട്ടോ. അപ്പോൾ ഈ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൽ മുളക് പൊടി കുറച്ച് കുറവായിട്ടും കുരുമുളക് കുറച്ച് അധികമായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഗ്രേവി ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിന്ന് കുറച്ച് എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് പിന്നെയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അരച്ചൊഴിച്ച് ചാറൊക്കെ കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെന്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ രാത്രിക്കുള്ള ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മോള് സ്കൂൾ വിട്ട് വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവൾക്ക് വന്നതും പിന്നെ അവൾക്കാണെങ്കിൽ ചിക്കൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ കറിയാണ് ഭയങ്കര ഇഷ്ടം. എപ്പോൾ ദിവസം ചിക്കൻ ആയാലും അവൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താ മകളെ അപ്പം മോള് സ്കൂൾ വിട്ട് വന്നിട്ട് എന്തോ ഭയങ്കര ക്ഷീണമായിരിക്കണോ, പനി വരുന്ന പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര വിശപ്പോട് കൂടിയല്ലേ വരിക. അപ്പോൾ ഇന്നാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയും ദോശയാണ്. അപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ മോള് കഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി, സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഗ്യാസൊക്കെ ഒരു പരുവായി. പിന്നെ അതൊക്കെ ഒന്ന് സോപ്പൊക്കെ തേച്ച് ക്ലീൻ ചെയ്യാണ്. എന്തായാലും നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ക്ലീനിങ് മസ്റ്റാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആശ്വാസമായിട്ടൊന്നും ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ ശേഷം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. വിമ്മിൻ്റെ ലിക്വിഡില്ല, അത് ഉപയോഗിച്ചിട്ട് എല്ലാവിടെയും തേച്ച് വെച്ചു. പിന്നെ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് എല്ലാവിടെയും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ 5 മണിയായപ്പോൾ പാൽക്കാരൻ വന്നു. പിന്നെ പാലൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പോയി കേട്ടോ.
പിന്നെ പാല് വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അതിന് ശേഷം ചായയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ഇത്രയും നേരമുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.